ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ശരിക്കും എനിക്ക് കുറേ കാര്യങ്ങൾ നിങ്ങളോട് പറയാണ്ട്, അതുകൊണ്ടാണ് ഇത്രയും കുറേ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നത്. ഇന്നത്തെ ദിവസം എന്ന് പറയുന്ന ഒരു പ്രത്യേക ദിവസമാണ് അല്ലേ. നമ്മുടെ നാട്ടിൽ മഴയൊക്കെ മാറി നല്ല വെയിലുള്ളൊരു ദിവസമാണ്. വെയിൽ വന്നിട്ട് കുറേ നാളായിട്ട് ഭയങ്കര മഴയും കാറ്റൊക്കെയാണ്. അതുകൊണ്ട് ഇന്ന് ഞാൻ കുറച്ച് ഹാപ്പി ആട്ടോ. കാരണം എന്താണെന്നറിയോ, ഞങ്ങൾ ഭിന്നശേഷിയുള്ള പിള്ളേർ, ഞാൻ ഡിഫറെൻ്റ് ഏബിൾഡാണ്. സ്പൈനൽ കോർഡിന് സെർബൽ പ്ലാസി ഉള്ള ഒരു കുട്ടിയാണ്. ഞാൻ ഡിഫറെൻ്റ് ഏബിൾഡാണ്. ബട്ട് എനിക്ക് വെയിലുള്ള ദിവസമാണ് കുറേ ഇഷ്ടം. കാര്യം മഴയുള്ള ദിവസങ്ങളിൽ വളരെ ചടഞ്ഞുകൂടിയൊക്കെയാണ് ഞാൻ വീട്ടിലിരിക്കാറ്. കാര്യം വീട്ടിൽ തന്നെ ഇരിക്കുവാണെങ്കിലും ഞാൻ വെയിലുള്ള ദിവസമാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോഴാണ് കൂടുതൽ ആക്റ്റീവായിട്ട് തോന്നുന്നത്. കാരണം മഴയുള്ള ദിവസമൊക്കെ നമ്മൾ ചടഞ്ഞുകൂടി ഇരിക്കുമ്പോൾ ഒരു ഉഷാറില്ലായ്മയുണ്ട്. പക്ഷേ വെയിലുള്ള ദിവസമാകുമ്പോൾ എല്ലാം ആക്റ്റീവായിരിക്കും. പിന്നെ എന്താ, മഴയുള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് കുറേ അധികം ബുദ്ധിമുട്ടുകളുണ്ടാവും. പറഞ്ഞില്ലേ, എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വീട്ടിൽ മഴയാണെങ്കിൽ വെള്ളം കയറും. അങ്ങനെയൊക്കെ കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. ചോർച്ച, വെള്ളം കയറൽ, അതൊക്കെ എൻ്റെ വീട്ടിലെല്ലാം ബുദ്ധിമുട്ടാണ് ഞാൻ ഫേസ് ചെയ്യണേ. ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് 2 വർഷമായിരിക്കുന്നത്. എനിക്ക് ജോബൊന്നും ആയിട്ടില്ല. അപ്പോൾ ഞാൻ ഓൺലൈനിൽ ക്ലാസ് എടുക്കുന്നുണ്ട്. ക്ലാസ് എടുക്കാനുള്ളൊരു പ്ലാനിങ്ങിൽ നിൽക്കണം. എനിക്ക് ഭാഷകൾ അറിയാം, 13 ഭാഷകൾ എനിക്കറിയാം. അപ്പോൾ ഓൺലൈനിൽ എനിക്ക് ലാംഗ്വേജ് പഠിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇംഗ്ലീഷ്, അസർബൈജൻ, കന്നഡ, കൊങ്ങണി, ടർക്കിഷ്, കച്ചി, തുളു, തെലുങ്കു, അങ്ങനെ 13 ഭാഷകൾ എനിക്കറിയാം. പിന്നെ നമ്മുടെ ഡിഫറെൻ്റ് ഏബിൾഡ് കമ്മ്യൂണിറ്റിയിൽ ഡഫ് ആൻഡ് ഡം ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിണ്ടാത്തവർ, കേൾക്കാൻ പറ്റാത്ത ആൾക്കാരെ ലാംഗ്വേജ് അവർക്ക് കാണിക്കുമ്പോൾ ലൈക്ക് നമ്മുടെ വാർത്തയിലൊക്കെ കാണുന്ന പോലത്തെ ലൈക്ക് അവരുടെ ആ ഒരു സ്ലാങ്ങിലാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ആ ലാംഗ്വേജും എനിക്കറിയാം. ഞാൻ ഇത് പഠിപ്പിക്കാനായിട്ട് റെഡിയാണ്. ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ അവരെ ഇത് പഠിപ്പിച്ചു കൊടുക്കും. ലാംഗ്വേജ് പഠിപ്പിക്കാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. എനിക്ക് സംസാരിക്കാൻ ഒത്തിരി ഇഷ്ടമുള്ള വ്യക്തിയാണ് ഞാൻ. എനിക്ക് സംസാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും മടുപ്പില്ലാത്തൊരു കാര്യമാണ്. സംസാരിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അപ്പോൾ ഞാനിന്ന് വന്നൊരു കാര്യം, വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ലൈഫിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. നമ്മുടെ അപ്പനും അമ്മയെന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ ഒരു വലിയ റോളാണ് അവർക്കുള്ളത്. അവർക്കുള്ള റോളെന്ന് വെച്ചാൽ വേറെ ആർക്കും അത് നികത്താൻ കഴിയില്ല. കാര്യം നമ്മുടെ ലൈഫിൽ ഇപ്പോൾ മക്കളുടെ ലൈഫിൽ എനിക്ക് എന്ത് വന്നാലും എൻ്റെ അപ്പനും അമ്മയും ആണ് എൻ്റെ കൂടെ ഉണ്ടാവണേ. അതേ നമുക്ക് എന്ത് വന്നാലും നമ്മളെ കൈവിടാത്ത ആൾക്കാരുണ്ടെങ്കിൽ അത് നമ്മുടെ അപ്പനും അമ്മയായിരിക്കും. എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയാട്ടോ, വേറെ ആരും നമ്മളെ ഒന്നും മൈൻഡ് പോലും ചെയ്തില്ലെങ്കിലും നമ്മുടെ അപ്പനും അമ്മയും നമ്മളെ നോക്കും. കാര്യം അവർ നമ്മുടെ സ്വന്തമാണ്. ഇപ്പോൾ എനിക്ക് തന്നെ ഈ കന്നഡക്ക് ഞാൻ നോട്ടയിൽ വീണു. അങ്ങനെയൊക്കെ പറ്റിയിട്ട് എൻ്റെ അപ്പനും അമ്മയുമാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. കാര്യം നമ്മൾ ആ സമയത്ത് വേറെ ആരും വരില്ല, ആരും ഉണ്ടാവില്ല. നമ്മൾ വിചാരിക്കും നമ്മുടെ ഫ്രണ്ട്സ് നമ്മളെ എന്ത് ചെയ്താലും നമ്മുടെ കൂടെ ഉണ്ടാവില്ല ഒരിക്കലും. നമ്മുടെ അപ്പനമ്മനെ പോലെ ആവില്ല ആരും. ഈ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാലമൊന്നും ആരെയും സ്നേഹിക്കുന്ന മനസ്സുകൊണ്ടല്ല. അവർ വേറെ പലതും, ഇപ്പോൾ കയ്യിൽ പൈസയോ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആണ് കൂടുതലായി സ്നേഹിക്കുന്നത്. പക്ഷെ നമ്മുടെ അപ്പനമ്മ അങ്ങനെയല്ല, ഒന്നും റിട്ടേൺ ആവശ്യപ്പെടാതെ സ്നേഹിക്കുന്നവരാണ് അല്ലേ. സോ അപ്പനമ്മയും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേൾക്കുക. പ്രത്യേകിച്ച് എസ്പെഷ്യലി ഡിഫറെൻ്റ് ഏബിളായ പിള്ളേർ അപ്പനമ്മയും പറയണ കേൾക്കുക. അവരനുസരിക്കാതെ ഒന്നും ചെയ്യരുത്. അവരാണ് നമ്മുടെ ലൈഫിലെല്ലാം. ഓക്കെ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ സോഷ്യൽ മീഡിയാസ് ഉപയോഗിക്കുന്നവരാണല്ലേ. സോഷ്യൽ മീഡിയാസിലൊക്കെ ഫ്രണ്ട്സ് ഉണ്ടാവും എല്ലാവർക്കും. ബട്ട് അതൊക്കെ ആ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ മാത്രമാണ്. അത് കഴിഞ്ഞിട്ട് ഒരിക്കലും ഉണ്ടാവില്ല. അവരാരും ഉണ്ടാവില്ല, നമ്മുടെ അപ്പനമ്മയല്ലാതെ നമുക്ക് കൂടെ ഉണ്ടാവില്ല. പിന്നെ ഈ കാലത്ത് ദൈവത്തിനെ വിളിക്കുന്ന ആൾക്കാർ തീരെ കുറഞ്ഞിട്ടുണ്ട്. ദൈവത്തിനോട് പ്രാർത്ഥിക്കുക എന്നുള്ളത് ഒരു ഇതായി തോന്നുന്ന ആൾക്കാർ ഈ ലോകത്തുണ്ട്. കാര്യം നമുക്കറിയാം, ന്യൂ ജനറേഷൻ പിള്ളേർ ദൈവത്തിനോട് അടുക്കാനായിട്ട് കുറേ ബാക്കോട്ട് നിൽക്കുന്നവരാണല്ലേ. ഒരിക്കലും നമ്മൾ അങ്ങനെ ബാക്കോട്ട് നിൽക്കരുത്. കാര്യം ദൈവത്തിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കണം സമയം.
ദൈവത്തിനോട് പ്രാർത്ഥിക്കണം. ദൈവമാണ് നമുക്ക് എല്ലാം തരുന്നത്. ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവമാണ് നമുക്ക് ഈ ലോകം മൊത്തം തന്നല്ലേ. ദൈവത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കാനായിട്ട് നമ്മൾ സമയം കണ്ടെത്തണം. കുറച്ച് നേരം, ഒരു ദിവസം നമുക്ക് 24 മണിക്കൂർ ഉണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിന് വേണ്ടിയിട്ട് ഒരു അരമണിക്കൂറെങ്കിലും മാറ്റിവെക്കണം. നമ്മൾ ദൈവത്തിന് വേണ്ടിയിട്ട് ദൈവത്തിനോട് പ്രാർത്ഥിക്കണം. സ്ഥിരം ദൈവത്തിൻ്റെ നാമം ഉരുവിട്ടുകൊണ്ടിരിക്കണം. ദൈവത്തോട് പ്രാർത്ഥിക്കണം. അത് വളരെയധികം നല്ലതാണ്. കാര്യം ദൈവം നമ്മളെ കാത്തുരക്ഷിക്കും. നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അടുത്ത മാലാഖമാരെ അയച്ച് നമുക്ക് കാവലായിട്ടും കൂട്ടായിട്ടും ഒക്കെ ദൈവം ഉണ്ടാവും. ദൈവത്തിൻ്റെ പാട്ടുകൾ ഒക്കെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക. എപ്പോഴും നിങ്ങൾക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ പാട്ട് കേൾക്കാം, ദൈവത്തിൻ്റെ പാട്ടുകൾ കേട്ടുകൊണ്ടിരിക്കാം, ദൈവത്തിൻ്റെ കഥകൾ കേൾക്കാം. എല്ലാം നമ്മുടെ ഫോണിൻ്റെ ഉള്ളിൽ ലഭിക്കുമല്ലേ. ഒരു നിമിഷം നമ്മൾ അത് ചെയ്യാൻ മടി കാണിക്കരുത്. കാര്യം ദൈവത്തിന് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുക. അപ്പോൾ ഇത്രയും പറയുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒരു കമൻറ്റെങ്കിലും രേഖപ്പെടുത്തുക. ഞാൻ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ആരോട് പറയില്ല. ഒരു കമൻറ്റൊക്കെ രേഖപ്പെടുത്താൻ നിങ്ങൾ കണ്ടെന്നുള്ള ഇതിൻ്റെ ഒരു ഇതായിട്ട്. താങ്ക് യു സോ മച്ച്.